ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വ്ളോഗിലോട്ടേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഫി പുഡിംഗ് ആണ്. അപ്പോൾ നമ്മൾക്ക് വേഗം ഈ കോഫി പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈസി കോഫി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമ്മൾക്ക് വേഗം ഒന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം വേണം, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ 2-3 പാക്കറ്റ് ഞാൻ ഈ യൂണിബിക്കിൻ്റെ ചോക്കോ റിപ്പിൾസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ഫാൻറ്റസി എടുക്കാം, നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് 7 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10 ഗ്രാം വേണ്ട, കാരണം ഫ്രഷ് ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഡ്രീം വിപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഞാൻ വെള്ളത്തിൽ അലിയിച്ചത്, പിന്നെ നമ്മൾക്ക് 2.5 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ഈ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കോഫി പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സോസ് പാൻ ഒന്നിച്ചാണ് നമ്മൾ ഹീറ്റ് ചെയ്യാൻ വെക്കുന്നുള്ളത്. ഒന്നിലോട്ടേക്ക് ഞാൻ നമ്മുടെ പാല് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ, വീട്ടിൽ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി കഴിഞ്ഞോ, പോയോ, നിങ്ങളൊക്കെ ചായയൊക്കെ കുടിച്ചോ, എന്താണ് വിശേഷങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പാലൊഴിച്ചു, ഇനി അതിലോട്ടേക്ക് പഞ്ചസാര ഇടാം. അപ്പം എനിക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് നോർമലി ഒരു 1/2 ലിറ്റർ പാലിന് എന്താ പറയുക, ഞാൻ ഇതുപോലെ വല്ല ബിസ്ക്കറ്റോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാറ്. കാരണം അത്ര നമുക്ക് പഞ്ചസാര മതിയാകുന്നു, അപ്പം നല്ല മധുരം തന്നെ അതിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് എന്താ പറയുക, ഇതിലോട്ടേക്ക് ഡാർക്ക് ഫാൻറ്റസിയോ ചോക്കോലോട്ടയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾക്ക് അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ നമ്മുടെ ചൈന ഗ്രാസും കൂടി ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുപ്പത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ അടുപ്പിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിലോട്ടേക്ക് ഡ്രീം വിപ്പിൻ്റെ പൗഡർ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാൽ കുറച്ചിട്ടാണ് ഫസ്റ്റ് അടിച്ചു കൊടുക്കേണ്ടത്. നല്ലോണം പതച്ച് വരുമ്പോൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം ഒന്നിച്ച് നിങ്ങൾ പാൽ ആഡ് ചെയ്ത് ഡ്രീം വിപ്പ് അടിക്കുകയാണെങ്കിൽ വേഗം നമുക്ക് നല്ല പോലെ വിപ്പായി കിട്ടൂല. അത് നമ്മളെന്നും ശ്രദ്ധിക്കണം. വിപ്പിംഗ് ക്രീം ചെയ്യുന്ന സമയത്ത് നമ്മൾ പാക്കറ്റിൽ ഡ്രീം വിപ്പാണ് വിപ്പ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഇതുപോലെ പാല് കുറേശ്ശെയായി ഒഴിച്ച് കൊടുക്കുമ്പോൾ വേഗം നല്ലപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രീം വിപ്പ് റെഡി ആയിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റാം. അപ്പം നമ്മുടെ പാലും ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിലോട്ടേക്ക് ഞാൻ കുറേശ്ശെയായി ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുകയാണ്. പാല് വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ കുറേശ്ശെയായി 6 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്തു. എന്നിട്ട് അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം ഇത് നല്ലപോലെ ആ പാലിൻ്റെ കൂട്ടത്തിലോട്ടേക്ക് നല്ലപോലെ മിക്സായി കിട്ടണം കേട്ടോ. അപ്പം വീണ്ടും ഒന്ന് തിളക്കട്ടെ അല്ലേ. പിന്നെന്താ കൂട്ടുകാർ, എൻ്റെ കഴിഞ്ഞ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നമ്മുടെ 2.5 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഒരു വലിയ പണിയൊന്നും ഇല്ലല്ലോ, വേഗം എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോഫി പൗഡർ ആഡ് ചെയ്ത് കഴിഞ്ഞ് വേഗം മിക്സ് ചെയ്തില്ലെങ്കിൽ അത് കട്ട പിടിച്ച് നിൽക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ കോഫി പൗഡർ നമ്മൾ ആഡ് ചെയ്ത പാടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പം കണ്ടില്ലേ, അപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കോഫിയുടെ കൂട്ടവും ഒരു ഏകദേശം പാകത്തിന് ഒന്ന് ഒരു തിള വരണം കേട്ടോ. ഒരു തിള വന്നില്ലെങ്കിൽ ആ ഒരു കോഫിയുടെ ഒരു വേവാത്തൊരു ചൊയ നമുക്ക് കിട്ടും. അപ്പം അത് വേണ്ട, അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായി നമുക്ക് തിളച്ച് വരട്ടെ. അപ്പം മീൻവെയിൽ നമ്മുടെ ചൈന ഗ്രാസ് ഓൾറെഡി മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒന്ന് തണുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഒന്നെങ്കിൽ ചൈന ഗ്രാസ് ഇതിൽ തന്നെ ഇട്ടിട്ട് തിളപ്പിക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ടും ചൂടായിരിക്കുമ്പോൾ ഒരിക്കലും ചൈന ഗ്രാസ് ആഡ് ചെയ്യരുത്. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത പിന്നെയാണ് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്.
കാരണം ഇല്ലെങ്കിൽ പാലൊരു പെരുത്ത പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും പുഡിങ്ങിൽ. അപ്പോൾ അത് കാണുമ്പോൾ ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, പക്ഷെ കാണുമ്പോൾ ആ ഒരു പെർഫെക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ പാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചൈന ഗ്രാസ് ഒന്ന് തണുത്ത് കഴിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിനി അറേഞ്ച്മെൻറ്റ് തുടങ്ങാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ചോക്കോ റിപ്പിൾസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡാർക്ക് ഫാൻറ്റസി എടുത്താലും നല്ല ടേസ്റ്റ് ആയിട്ടോ. ഡാർക്ക് ഫാൻറ്റസിനെ കൊണ്ട് നല്ല ടേസ്റ്റായി കിട്ടുന്നുണ്ട് ഈ പുഡിങ്. അപ്പം ഞാനിവിടെ ഇപ്പോൾ ചോക്കോ റിപ്പിൾസാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ ട്രേയുടെ അടിഭാഗത്തായി വെച്ച് കൊടുക്കാം, ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. അപ്പം ബിസ്ക്കറ്റ് ഒന്ന് അടുപ്പിച്ച് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇപ്പം ഈ ട്രേ എന്ന് ശരിക്കും പറഞ്ഞാൽ 1 ലിറ്ററിൻ്റെ ട്രേ ആണിത്. അപ്പം അതിൽ എനിക്ക് വെറും 15 ബിസ്ക്കറ്റ്, അതായത് 3 പാക്കറ്റാണ് ഞാൻ ചോക്കോ റിപ്പിൾസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങൾ ഡാർക്ക് ഫാൻറ്റസിക്ക് എടുക്കുകയാണെങ്കിൽ ഇതിലും കുറയും, നമുക്ക് 15 ബിസ്ക്കറ്റിൻ്റെ ആവശ്യം വരില്ല. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഞാൻ അത് ഇന്നിപ്പം എന്താ പറയുക, ഞാൻ ചെയ്യാൻ മറന്നുപോയി, തിരക്കായിരുന്നു. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, അതിൻ്റെ തിരക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മറന്നു വിട്ടുപോയി. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ബിസ്ക്കറ്റ് പൊങ്ങി വരും. ഇപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇപ്പം പൊങ്ങി വരുന്നത് കണ്ടോ. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസ്ക്കറ്റ് ഇട്ട പാടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് അടിയിലോട്ടേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയറാണ്, ഞാൻ വിട്ടുപോയതാണ്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന റെഫ്രിജറേറ്റ് ചെയ്തിട്ടുണ്ടായ ക്രീമില്ലേ, അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രീമിനെ എന്താ പറയുക, നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനെ നന്നായി സ്പ്രെഡ് ചെയ്യാം. കണ്ടില്ലേ, സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾക്ക് ഡെക്കറേഷൻ ആവശ്യമായി, ഡെക്കറേഷനും അല്ല ടേസ്റ്റിനും കൂടിയാണ് കൊക്കോ പൗഡർ ഞാൻ സീവ് ചെയ്ത് കൊടുക്കുകയാണ്. അരപ്പയിലാണ് സീവ് ചെയ്യുന്നുള്ളത് കൊക്കോ പൗഡർ. അപ്പം ഞാൻ അതും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് വരാനായി, അപ്പോൾ അതുകൊണ്ട് വേഗം തിരക്കായിരുന്നു. അപ്പം ഇങ്ങനെയായിരുന്നു കൊക്കോ പൗഡർ സീവ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നെ മുറിക്കുന്ന പിക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴേക്ക് ഗസ്റ്റൊക്കെ വന്നു, തിരക്കായി. നിങ്ങൾ ഞാൻ പിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ്, അത് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് എനിക്ക് കമൻറ്റ് അറിയിക്കണം. അപ്പം മറ്റേ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ.